നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1047th day. Today 55th sloka of Pradhamaskandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1047 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 55ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 55 ശ്ലോകം. 54 ശ്ലോകത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ശ്ലോകവും. ദുസ്തമായ ഗുണോദർക്കോ നിരുദ്ധകരണാശയ നിവൃത്തിതാകിലാഹാര ആസ്തേ സ്ഥാണുരിവാചല. ഓം തത്സത്. ദുസ്തമായ ഗുണോദർക്കോ നിരുദ്ധകരണാശയ നിവൃത്തിതാകിലാഹാര ആസ്തേ സ്ഥാണുരിവാചല. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ദുസ്തമായ ഗുണോദർക്ക നിരുദ്ധകരണാശയ നിവൃത്തിത അഖില നിവൃത്തിതാഖിലഹാര നിവൃത്തിതാഖിലാഹാര ആസ്തേ സ്ഥാണു ഇവ അജല. ആ സ്ഥാണു ഇവാജല അത് മാത്രമാണ് പിരിക്കേണ്ടത്. സ്ഥാണു ഇവ അജല ഇങ്ങനെയാണ് അത് പിരിക്കേണ്ടത്. ബാക്കിയെല്ലാം ഒരേ വാക്കുകളാണ്. അതായത് ദുസ്തമായ ഗുണോദർക്ക മായാഗുണങ്ങളിൽ നിന്നുള്ള വാസനയെല്ലാം ധ്വംസിക്കപ്പെട്ടവനായിട്ട് ഇല്ലാത്തവനായിട്ട് നിരുദ്ധകരണാശയ നിരോധിക്കപ്പെട്ട കരണങ്ങളോട് കൂടിയ കരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ എന്നിവയോട് കൂടിയവനായിട്ട് നിവൃത്തിതാകിലാധാര നിവർത്തിക്കപ്പെട്ട സകല ആഹാരങ്ങളും എല്ലാവിധ ആഹാരങ്ങളും ഇല്ലാതെ അജല ഇളക്കമില്ലാത്ത സ്ഥാണു ഇവ കുറ്റി എന്ന പോലെ ഒരു കുറ്റി തറച്ചിട്ട ഒരു കുറ്റി അപ്രകാരം ഒരു അനക്കവുമില്ലാതെ ഒന്നിലും ഒരു ചിന്തയുമില്ലാതെ ഒന്നുമില്ലാതെ അനങ്ങാതെ ഇരിക്കുമോ അപ്രകാരം ധൃതരാഷ്ട്ര മഹാരാജാവ് എല്ലാവിധ യോഗങ്ങളെയും ഇല്ലാതാക്കി ആസനങ്ങളെല്ലാം അഭ്യസിച്ച് എല്ലാമേ ഇല്ലാതായി അവസാനം ആഹാരങ്ങളും ഇന്ദ്രിയങ്ങളും ഒന്നുമില്ലാതെ ഒരു ഒരു തറച്ചിട്ട കുറ്റി എപ്രകാരം ഇരിക്കുമോ അപ്രകാരം ആഹാരവുമില്ല, മറ്റുള്ള ഇന്ദ്രിയ പ്രകരണങ്ങളുമില്ല, ഒന്നുമില്ലാതെ ഒരു വാസനയുമില്ലാതെ മായാഗുണങ്ങളിൽ നിന്നെല്ലാം അകന്ന് ഒരു അടിച്ച കുറ്റിയെപ്പോലെ അചലനായിട്ട് ഇരിക്കുകയാണ് എന്ന് പറയുകയാണ്. ആ സപ്തസ്രോതസ് എന്ന സ്ഥലത്ത് അദ്ദേഹം തപസ് അനുഷ്ഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തപസ്സിനെയാണ് ഇപ്രകാരം വിശദീകരിച്ച് അദ്ദേഹത്തോടു കൂടെ ഗാന്ധാരിയും വിതുരരുമുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെതാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. നാരദർ ധർമ്മപുത്രർക്ക് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം എല്ലാറ്റിൽ നിന്നും അകന്ന് എല്ലാവിധ വാസന നിരുദ്ധ ദുസ്ത മായാ ഗുണോദർക്ക എല്ലാവിധ ഗുണങ്ങളിൽ നിന്നും മായയിൽ നിന്നും അകന്ന് എല്ലാവിധ കരണങ്ങൾ മനസ്സ് ഇന്ദ്രിയങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കരണങ്ങളെയും ഇല്ലാതാക്കി നിവൃത്തി അഖില ആഹാരങ്ങൾ എല്ലാവിധ ആഹാരങ്ങളുമൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ മാതിരി ആത്മാവിൽ ബുദ്ധിയെയെല്ലാം ആത്മാവിൽ ലയിപ്പിച്ച് ഒരു സ്ഥാണു കുറ്റിയെപ്പോലെ ഇരിക്കുന്നു. യാതൊരു ഇളക്കവുമില്ലാതെ ധൃതരാഷ്ട്ര അന്തർഭാഗത്തും ഇളക്കമില്ല. മനുഷ്യനായതുകൊണ്ട് അന്തർഭാഗത്തിൽ ഇളക്കമുണ്ടാകാം, അതുമില്ല. ബഹിർഭാഗത്തും ഒരു ഇളക്കവുമില്ലാതെ ഒരു കുറ്റി പോലെ അദ്ദേഹം ഇരിക്കുന്നു എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ദുസ്തമായ ഗുണോദർക്കോ നിരുദ്ധകരണാശയ നിവൃത്തിതാഖിലാഹാര ആസ്തേ താണുരിവാചല. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട്
ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി ഗുഡ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.